സബ്സിഡി ഇനങ്ങൾക്കടക്കം വില വർദ്ധിച്ചതോടെ സപ്ലൈകോയെ കൈയൊഴിഞ്ഞ ജനങ്ങൾ. ഇതോടെ സംസ്ഥാനത്തെ പ്രധാന സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലടക്കം ആളൊഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. 55% സബ്സിഡി 35%ആക്കി സർക്കാർ വെട്ടിക്കുറച്ചതോടെ 13 സാധനങ്ങൾക്കാണ് വില വർദ്ധിച്ചത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഈ പറഞ്ഞതുപോലെയാണ്, അത് ഏറ്റവും ആവശ്യ സാധനങ്ങളാണ് ഈ 13. പയർ, പരിപ്പ് ഉൾപ്പെടെ അരി ഉൾപ്പെടെയുള്ള 13 സാധനങ്ങൾക്ക് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ 55% സബ്സിഡി എന്നുള്ളതാണ് 35%ആക്കി സർക്കാർ വെട്ടിക്കുറച്ചത്. ഇത് ജനങ്ങളെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ചെന്നാലും ഒന്നുകിൽ സാധനങ്ങളില്ല, ഉള്ള സാധനങ്ങൾക്ക് ഇരട്ടി വിലയും. ആ ഒരു സാഹചര്യത്തെ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെ അവസ്ഥ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിന്റെ പ്രധാന ഔട്ട്ലെറ്റ് ആയ മാവൂർ റോഡിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിലാണ്. ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ലൈവ് ചെയ്യുമ്പോഴൊക്കെ തന്നെയും കാണിച്ചിരുന്നു. ഏറ്റവും പരിതാപകരമായ ഒരവസ്ഥയാണ് ഈ സപ്ലൈകോയിലും ഉള്ളത്. നിരവധി ആളുകളൊന്നും തന്നെ ഈ സപ്ലൈകോയിൽ വരുന്നില്ല. മാത്രമല്ല, വരുന്നവരൊക്കെ തന്നെയും അവശ്യ സാധനങ്ങൾ ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ വെറും കൈയോടെ മടങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ്. ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അരി, പഞ്ചസാര, പരിപ്പ് തുടങ്ങിയ സബ്സിഡി വസ്തുക്കൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ആകെ ഇവിടെ ഉള്ളത് വെളിച്ചെണ്ണ മാത്രമാണ്. നമുക്ക് ഈ റാക്കറ്റുകളൊക്കെ തന്നെയും ഒഴിഞ്ഞു കിടക്കുന്നതായി കാണാം. അവശ്യ വസ്തുക്കളുടെ ഒരു സാധനം പോലും ഇല്ല. വിപണികളിൽ അരി അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾക്ക് വലിയ വില തന്നെയാണ്. ഇതൊന്നും സാധാരണക്കാർക്ക് സ്വീകാര്യമല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ സാഹചര്യത്തിലാണ് അവർ സപ്ലൈകോ പോലെയുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത്. എന്നാൽ സപ്ലൈകോ അടക്കമുള്ള സ്ഥാപനങ്ങളിലും ഇപ്പോൾ ഇത്തരത്തിൽ കഴുത്ത് അറക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഉള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ 55% നിന്നും 35% അത് വെട്ടിക്കുറച്ചിരിക്കുന്നു. ഈ വെട്ടിക്കുറച്ചത് സാധാരണക്കാരായ ജനങ്ങളുടെ വയറ്റത്തടിക്കുന്ന ഒരു നിലപാടായി തന്നെ നമുക്ക് പറയാൻ കഴിയും. നമ്മൾ നേരത്തെ തന്നെ പ്രതികരണം പലരോടും ചോദിച്ചിരുന്നു. എന്നാൽ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അവരൊക്കെ പറയുന്നത് ഇനി എന്തിനാണ് വില വർദ്ധിപ്പിക്കുവാനുള്ളത്, എല്ലാത്തിനും വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി എന്തിനാണ് വില വർദ്ധിപ്പിക്കുവാനുള്ളത് എന്നൊരു ചോദ്യം തന്നെയാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, നിരവധി വസ്തുക്കൾ ഉണ്ടാവേണ്ട ഒരു സിവിൽ സപ്ലൈ ഔട്ട്ലെറ്റ് ആണ്. പക്ഷെ ഇവിടെ യാതൊരു തരത്തിലുള്ള വസ്തുക്കളുമില്ല. ഉള്ള വസ്തുക്കളാണെങ്കിൽ തന്നെ സബ്സിഡി ഇല്ലാത്ത വസ്തുക്കൾ മാത്രമാണ് വിപണനത്തിനായി ഇവിടെ ഉള്ളത്. ലക്ഷ്മി, പ്രധാനമായും എടുത്തു പറയേണ്ടത് സബ്സിഡി ഉൽപ്പന്നമായ വെളിച്ചെണ്ണ മാത്രമാണ് ഇവിടെ ഉള്ളത്. വിതരണക്കാർക്ക് അടക്കം 500 കോടി രൂപയടക്കം സർക്കാർ നൽകുവാനുണ്ട്. അതുകൊണ്ട് തന്നെ വിതരണം ചെയ്യുന്നവർ വസ്തുക്കൾ എത്തിക്കുന്നില്ല എന്നൊരു ന്യായവുമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. ഭക്ഷ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പ്രധാനമായും പറഞ്ഞത് ജനങ്ങൾ ഇതിനോട് സഹകരിക്കും, ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഈ ഔട്ട്ലെറ്റുകളിൽ ആരും തന്നെ വരുന്നില്ല. എന്നാൽ വന്നവരൊക്കെ തന്നെയും വെറും കൈയോടെ മടങ്ങി പോകുന്ന ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. ലക്ഷ്മി, അതാണ് കാരണം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് വിലവർധന നടപ്പാക്കാൻ സർക്കാർ മടി കാണിക്കുകയായിരുന്നു. കാരണം ഭക്ഷ്യവകുപ്പ് നിരന്തരം ശുപാർശകൾ നൽകിയെങ്കിലും മന്ത്രിസഭാ യോഗത്തിന്റെ ഒന്നും അജണ്ടയിൽ അത് ഉൾക്കൊള്ളിച്ചിരുന്നില്ല. പക്ഷേ സപ്ലൈകോയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നൊരവസ്ഥ വന്നപ്പോഴേക്കാണ് ഈ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് എന്നുള്ളത്. പക്ഷേ ഇത്തരത്തിൽ സാധനങ്ങൾ ഇല്ലാതെ വരികയും അല്ലെങ്കിൽ അവശ്യ സാധനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത് വിലവർധന നടപ്പാക്കുകയും ചെയ്ത സാഹചര്യത്തിലും ആളുകൾ എത്താത്തതും സപ്ലൈകോയുടെ നിലനിൽപ്പിനെ ബാധിക്കില്ല എന്നുള്ളതാണ്. കാരണം കാണുന്ന ദൃശ്യങ്ങൾ ആ ഒരു സന്ദേശമാണ് നമ്മളിലേക്ക് തരുന്നത്. തീർച്ചയായും ലക്ഷ്മി, ആളൊഴിഞ്ഞൊരു, അതായത് സപ്ലൈകോയിലൊക്കെ തന്നെയും ആളുകൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. മുൻപ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പലതവണ നമ്മൾ തന്നെ ലൈവ് ചെയ്തൊരു സംഭവമാണ്. ഇവിടുത്തെ സപ്ലൈകോയിൽ ഔട്ട്ലെറ്റുകളിൽ അവശ്യ സാധനങ്ങൾ ഇല്ല എന്നൊരു കാര്യം നമ്മൾ ലൈവിൽ നമ്മൾ തന്നെ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ റാക്കറ്റുകളൊക്കെ തന്നെയും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യാതൊരു തരത്തിലുള്ള സാധനങ്ങളും ഇവിടെ ഇല്ല. പ്രധാനമായും ഇവിടേക്ക് ആളുകൾ വരുന്നില്ല. പ്രത്യേകിച്ച് അവശ്യ വസ്തുക്കൾ വാങ്ങുവാൻ പോലും ആളുകൾ വരാത്തൊരു അവസ്ഥയാണ്. സപ്ലൈകോ എന്ന് പറയുന്നത് തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ് സപ്ലൈകോ. ഇവിടെ സബ്സിഡി ഉൽപ്പന്നമായ വെളിച്ചെണ്ണ മാത്രമാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ ഉള്ളത്. അരി, പഞ്ചസാര, പരിപ്പ് തുടങ്ങിയ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇവിടെ നിലവിൽ ലഭ്യമാവുന്നില്ല. ഇതിനൊക്കെ വേണ്ടിയും സാധാരണക്കാരായ ജനങ്ങൾ പൊതുവിപണിയെ ആശ്രയിക്കേണ്ടതായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, പൊതുവിപണിയിൽ അരിയുടെ വിലയൊക്കെ തന്നെയും വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്
അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ ഒരു സമയത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവ താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. പലരോടും നമ്മൾ പ്രതികരണം തേടിയിരുന്നു, പക്ഷെ ഒന്നും പറയുവാനില്ല തങ്ങൾക്ക് എന്നൊരു മറുപടി മാത്രമാണ് ജനങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നമ്മൾ ഇത്ര സമയം നിന്നിട്ടും ഇവിടേക്കൊന്നും തന്നെ ആരും സാധനം വാങ്ങാൻ വരാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വാങ്ങാൻ വരുന്നവരൊക്കെ തന്നെ ജീവനക്കാർ അവർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ക്യാമറയുടെ മുന്നിൽ പ്രതികരിക്കാൻ എത്രത്തോളം തയ്യാറാകും എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ ഒരു നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം എന്നുള്ളൊരു ഒരവസ്ഥ അവരുടെ ജോലിയെയും പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതാണ്. അവർ അതിൽ പ്രതികരണത്തിന് ഒരു പക്ഷേ തയ്യാറാകാൻ സാധ്യതയില്ല അല്ലേ? പ്രതികരണത്തിന് നമ്മൾ അവരോട് ശ്രമിച്ചിരുന്നു. അവർ പ്രധാനമായും വ്യക്തമാക്കുന്നത് സബ്സിഡി ഉൽപ്പന്നങ്ങൾ അവർക്ക് ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നില്ല, എന്ത് ചെയ്യാനാണ് എന്നത് തന്നെയാണ് അവരും നമ്മളോട് പറയുന്നത്. കാരണം അവർക്ക് ഈ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. പ്രധാനമായും പകുതിയും ജീവനക്കാർ താൽക്കാലികമായി ജോലി ചെയ്യുന്നവരാണ്, ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. സപ്ലൈകോയിലെ ഇവിടുത്തെ ജീവനക്കാരിൽ കുറച്ചു പേരൊക്കെ തന്നെയും അവർ വ്യക്തമാക്കിയിരിക്കുന്നത് പലരും ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ ഇവിടേക്ക് വരുന്നു, പക്ഷേ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇല്ല എന്ന് കാണുമ്പോൾ മടങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിന് തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ സബ്സിഡിയും വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇനി സപ്ലൈകോയിൽ എത്തുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി കുറയും എന്ന് തന്നെയാണ് ഇവിടുത്തെ ജീവനക്കാർ അടക്കമുള്ളവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇതിൽ നിന്നൊക്കെ തന്നെയും വ്യക്തമാക്കുന്നത് പലതവണ ഇത്തരത്തിൽ ജനങ്ങൾക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കേണ്ട ഒരു സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം തന്നെ ഇത്തരത്തിൽ അവരുടെ പ്രകടന പത്രികയിൽ, ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ പ്രധാനമായും എടുത്തു പറഞ്ഞിരുന്നതാണ് സപ്ലൈകോയിൽ വിലവർദ്ധനവ്, സപ്ലൈകോ വസ്തുക്കളിൽ ഒരിക്കലും തങ്ങൾ വിലവർദ്ധനവ് ഏർപ്പെടുത്തില്ല എന്നത് പ്രകടന പത്രികയിൽ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. എന്നാൽ ആ പ്രകടന പത്രികയാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയും. ലക്ഷ്മി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.